നമസ്കാരം. ഇത് രാജീവാണ്, അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന്. നമ്മൾ CS എക്സിക്യൂട്ടീവ് 2022 സിലബസിൽ 2025 ജൂൺ അല്ലെങ്കിൽ 2025 ഡിസംബറിലേക്കുള്ള എക്സാമിൻ്റെ സിലബസ് ഡിസ്കസ് ചെയ്യണം നമ്മളിന്ന്. നമ്മൾ മൊഡ്യൂൾ 1 രണ്ടാമത്തെ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്, കമ്പനി ലോ ആണ്. ആൾറെഡി ജൂറിസ്പ്രുഡൻസിൻ്റെ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അത് കാണുക. കമ്പനി ലോ എന്ന് പറയുന്ന പേപ്പർ, ഈ പേപ്പറിനെ കുറിച്ച് നട്ഷൽ നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് എക്സ്പെക്ടേഷൻസ് പറയുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഒരു കമ്പനി സെക്രട്ടറി എന്ന നിലയിൽ ഈ പേപ്പറിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു എക്സ്പേർട്ട് നോളജാണ്. അതായത് നിങ്ങളുടെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു പേപ്പറാണ് കമ്പനി ലോ. ഈ പേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേപ്പറുകൾ നമുക്ക് ഈ ഒരൊറ്റ സ്റ്റേജിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ മോഡ്യൂളിൽ കമ്പനി ലോ ഉണ്ട്, പിന്നെ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ലോ എന്ന് പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് സെക്യൂരിറ്റി ലോ എന്ന പേപ്പറും. ഇത് 3 ഇന്റർ റിലേറ്റഡ് പേപ്പേഴ്സാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേപ്പറാണ് കമ്പനി ലോ ആൻഡ് പ്രാക്ടീസ്. 2013 കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് ആണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഇതിൽ നമ്മൾ സാധാരണ 2 പോർഷനായിട്ടാണ് ഈ പേപ്പർ ഉള്ളത്. ഒന്ന് കമ്പനി ലോയുടെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ആദ്യത്തെ ഒരു പോർഷനിൽ പഠിക്കുന്നതെങ്കിൽ അത് 12 ചാപ്റ്ററായിട്ട് കമ്പനി ലോയുടെ പ്രിൻസിപ്പിൾസ്, കമ്പനി ലോയുടെ ഇവോൾവ്മെൻറ്റ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പോൾ കമ്പനി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മീറ്റിംഗ്സ് ആണ് നമ്മൾ 40 മാർക്കിന് നമ്മൾ പഠിക്കുന്നത്. സോ കമ്പനി ലോ എന്ന് പറയുന്ന പേപ്പറാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്, ഇന്നത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പേപ്പറിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു, കമ്പനി ലോ ഒരു കോർ പേപ്പറാണ്. ഒരു കമ്പനി സെക്രട്ടറിയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് കമ്പനി ലോ എന്ന് പറയുന്നത്. കമ്പനി ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് തന്നെയാണ് ഈ പേപ്പറിൻ്റെ പേര്. ആ പേരിൽ തന്നെ അതിൻ്റെ സീരിയസ്നെസ് ഉണ്ട്. വെറും നിയമം പഠിക്കൽ മാത്രമല്ല, അതിൻ്റെ പ്രാക്ടീസ്, യു ഷുഡ് ബി ഏബിൾ ടു പ്രാക്ടീസ് ആഫ്റ്റർ studying this paper, അതാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പേപ്പർ. ഫസ്റ്റ് ഓഫ് ആൾ, ഇതിന് ഈ കമ്പനി ലോയുമായി ബന്ധപ്പെട്ട്, കോർപ്പറേറ്റ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുക, കമ്പനി ലോയുടെ പ്രൊവിഷൻസ് മനസ്സിലാക്കുക. ഇതാണ് ഫസ്റ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അതായത് കമ്പനി ലോയുടെ പ്രൊവിഷൻസും അതിൻ്റെ പ്രിൻസിപ്പിൾസും മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ അതിനെ എങ്ങനെ ചെയ്യണം, അത് വർക്ക് ചെയ്യാനുള്ള നോളജായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കമ്പനി മാനേജ് ചെയ്യുന്ന സമയത്ത്, അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കമ്പനീസ് ആക്ടിലെ നിയമങ്ങളും പ്രൊവിഷൻസും അതിനെ വർക്ക് ചെയ്യാൻ വേണ്ടി, അതിനെ അപ്ലൈ ചെയ്യാനുള്ള സ്കില്ല് കൂടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് നോളജ് ഈസ് വർക്കിംഗ് നോളജ് ആണ്. അതായത് വർക്ക് ചെയ്യാൻ സാധിക്കണം. പഠിച്ചാൽ പോരാന്നാണ്, അത് പറയാൻ അറിഞ്ഞാൽ പോരാ, അത് ഉപയോഗിക്കാൻ അറിയണം. അതാണ് എക്സ്പെക്ടേഷൻ, ഈ പേപ്പറിൻ്റെ എക്സ്പെക്ടേഷൻ. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പേപ്പറാണ് കമ്പനി ലോ. ഇതൊരു സിംഗിൾ നിയമമാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ലുക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടേക്കാം, പല സമയം തോന്നിയേക്കാം പലപ്പോഴും. പക്ഷേ ഇത് ഒരു അപകടം പിടിച്ച പേപ്പറാണ്. കാരണം ഏതെങ്കിലും ഒരു പോർഷൻ വിട്ട് കഴിഞ്ഞാൽ അടുത്ത പോർഷൻ ഇതൊരു മാല പോലെയാണ്. ഇങ്ങനെ കൂടി ഓരോ ചാപ്റ്ററും ഒരു ആക്ട് ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും നമുക്കൊരു തെറ്റായ ഒരു നോളജ് അക്വിസിഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാതിരുന്നാൽ നമുക്ക് ആ മൊത്തം പേപ്പറിന് ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ മാർക്ക് സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ കമ്പാരിറ്റീവ്ലി മറ്റുള്ള പേപ്പറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ടഫായിട്ട്, അതായത് സ്ട്രിക്റ്റ് വാല്യുവേഷൻ ഒരു പേപ്പറാണ് കമ്പനി ലോ ആൻഡ് പ്രാക്ടീസ്. ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പേപ്പർ. സോ പാർട്ട് 1 60 മാർക്കാണുള്ളത്. 2 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഈ പേപ്പറിന് 60 മാർക്കിന്റെ ഒരു പോർഷനും 40 മാർക്കിന്റെ ഒരു പോർഷനും. ആദ്യത്തെ 60 മാർക്കിന്റെ പോർഷൻ എന്ന് പറയുന്നത് കമ്പനി ലോ പ്രിൻസിപ്പിൾസ് ആൻഡ് കൺസെപ്റ്റ്സ് എന്നുള്ളൊരു പേപ്പറാണ്. 12 ചാപ്റ്ററാണ് ഇതിലുള്ളത്, ഒരു പോർഷനിലുള്ളത്. ആദ്യമായിട്ട് നമ്മൾ കമ്പനീസ് ആക്ടിന്റെ ഇൻട്രൊഡക്ഷൻ, എങ്ങനെയാണ് കമ്പനി നിയമം ഉണ്ടായത്, അതുപോലെ തന്നെ കമ്പനിക്ക് ഈ നിയമം ഏതൊക്കെ ലെവലിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, 2013 കമ്പനീസ് ആക്ടിന്റെ ഇവോൾവ്മെന്റ് മുഴുവനായിട്ട് നമ്മൾ മനസ്സിലാക്കും. ആൻഡ് ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സ്, അത് എന്ത് അധികാരങ്ങളാണ് ഒരു കമ്പനിയുടെ മാനേജ്മെന്റിനുള്ളത്, ഏത് അധികാരത്തിന്റെ മുകളിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവർക്ക് അധികാരമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് എന്നത് മനസ്സിലാക്കുക.
ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എത്രമാത്രം അധികാരങ്ങൾ നമ്മൾ ഒരു കമ്പനി അവരുടെ സ്വന്തം കാര്യങ്ങൾ നിയമത്തിനുള്ളിൽ ചെയ്യുമ്പോൾ അത് അവരുടെ സ്വയം അധികാരമാണെന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്നു ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. അതുപോലെ ചില പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ അത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ലെങ്കിലും അത് നിങ്ങൾക്ക് അതിന്റെ അധികാരമുണ്ട്, കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, നിങ്ങൾ അത് ചെയ്തു, നിങ്ങൾക്ക് അതിന്റെ അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാമായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഈ കമ്പനി എന്ന രൂപം കാണിച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ അല്ലെങ്കിൽ നിയമത്തെ പറ്റിക്കാൻ വേണ്ടി ഈ രൂപം ഉപയോഗിക്കാറുണ്ട്. ആ സമയത്ത് അതിൻ്റെ കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നു. ഈ ആദ്യത്തെ ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ പോലെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ, സെക്കൻഡ് ചാപ്റ്ററിൽ ലീഗൽ സ്റ്റാറ്റസ് ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഒരു കമ്പനി എന്ന രൂപത്തിന് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. വ്യത്യസ്തമായ അഡ്വാൻറ്റേജ്, വൈ ദ കമ്പനി ഫോം ഓഫ് ബിസിനസ് ഈസ് പ്രിഫേർഡ് ബൈ ബിസിനസ് പീപ്പിൾ അല്ലെങ്കിൽ എന്റർപ്രണേഴ്സ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ കമ്പനികളുടെ വിവിധ തരം കമ്പനികൾ, ലൈക്ക് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, ചാർട്ടേഡ് കമ്പനി, ഗവൺമെന്റ് കമ്പനി, സ്മാൾ കമ്പനി, അങ്ങനെയുള്ള പ്രൊഡ്യൂസർ കമ്പനി, ഇങ്ങനെയുള്ള കമ്പനി, 1 person കമ്പനി, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പനീസിനെ മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഈ കമ്പനി എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കമ്പനിക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കമ്പനിയുടെ പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കണം. ആ പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്സുകൾ ഏതൊക്കെയാണ്, ചാർട്ടർ ഡോക്യുമെന്റ്സ് എന്താണ്, മെമ്മോറാണ്ടം ആർട്ടിക്കിൾസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു മെമ്മോറാണ്ടമായി ആർട്ടിക്കിളായി ഒരു കമ്പനി രൂപീകരിക്കുമ്പോൾ, ചാർട്ടർ ഡോക്യുമെൻ്റായി ഒരു കമ്പനി നടത്താൻ എന്ത് വേണം, ക്യാപിറ്റൽ ആവശ്യമുണ്ട്. നാലാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ക്യാപിറ്റലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. വ്യത്യസ്തമായ ക്യാപിറ്റൽ, ഇനീഷ്യൽ പബ്ലിക് ഓഫർ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെ കുറിച്ച്, പബ്ലിക് പ്ലേസ്മെൻറ്റിനെ കുറിച്ച്, IPOയെ കുറിച്ച്, ഫർദർ ഇഷ്യൂവിനെ കുറിച്ച്, ബോണസിനെ കുറിച്ച്, റൈറ്റ് ഇഷ്യൂവിനെ കുറിച്ച്, അതുപോലെ ഇസോപ്പുകളെ കുറിച്ച്, സ്വിറ്റ്യൂക്കിറ്റിയെ കുറിച്ച്, വിയർപ്പ് ഓഹരിയെ കുറിച്ച്, അങ്ങനെ വ്യത്യസ്തമായ ക്യാപിറ്റൽ ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ആ ക്യാപിറ്റലിൻ്റെ ട്രാൻസ്ഫർ, ട്രാൻസ്മിഷൻ, ബൈബാക്ക്, റിഡംഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് നാലാമത്തെ ചാപ്റ്റർ. അടുത്ത ചാപ്റ്ററാണ് അഞ്ചാമത്തെ ചാപ്റ്റർ. ഈ പണം തരുന്ന, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ, അത് ഷെയറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവർ ഷെയർ ഹോൾഡേഴ്സ് ആകുന്നു, പിന്നീട് മെമ്പേഴ്സ് ആകുന്നു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആരാണ്, മെമ്പേഴ്സ് ആരാണ്, രജിസ്റ്റർ ഓഫ് മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡെക്സ് ഓഫ് മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ സമയത്താണ് ഒരാൾ മെമ്പർ ആവുക, ഒരാൾ ഷെയർ ഹോൾഡർ ആവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ, ആറാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഷെയർ ക്യാപിറ്റലായിട്ട് മാത്രമേ ആൾക്കാർ കമ്പനിയിൽ പണം കോൺട്രിബ്യൂട്ട് ചെയ്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആറാമത്തെ ചാപ്റ്ററിൽ കടമായിട്ട് നമുക്ക് പണം തരുന്ന ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ദെൻ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്ന ചാർജസ് ആണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ നമുക്ക് പണം കടം തരികയാണെങ്കിൽ അവർക്കൊരു സെക്യൂരിറ്റി ആവശ്യമായിരിക്കാം. ആ സെക്യൂരിറ്റി ആ സെക്യൂരിറ്റി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ അസറ്റ് മുകളിൽ ചാർജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, മോഡിഫൈ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏഴാമത്തെ ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ ഈ ഡെഫിനറ്റ് ആയിട്ടും ലോൺ തന്ന ആൾക്കാരൊക്കെ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടാനും പ്രിൻസിപ്പൾ കിട്ടാനുള്ള സംവിധാനം നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഷെയർ ഹോൾഡേഴ്സ്, നമ്മൾക്ക് ക്യാപിറ്റൽ തന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് നമ്മൾ വരുമാനം കൊടുക്കുന്നത്, നമ്മുടെ ലാഭവിഹിതം അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്ന് നമ്മൾ എട്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നു. ദെൻ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ എന്തെല്ലാം കണക്കുകളാണ് കമ്പനി സൂക്ഷിക്കേണ്ടതെന്നും അതിൻ്റെ ഓഡിറ്റേഴ്സ് എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. വ്യത്യസ്തമായ ഓഡിറ്റേഴ്സ്, ഫിനാൻഷ്യൽ ഓഡിറ്റേഴ്സ് ഉണ്ടാകാം, സെക്രട്ടറിയൽ ഓഡിറ്റേഴ്സ് ഉണ്ടാകാം, കോസ്റ്റ് ഓഡിറ്റ് ഉണ്ടാകാം, ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടാകാം, കൺകറന്റ് ഓഡിറ്റ് ഉണ്ടാകാം. അപ്പോൾ ഇവരെ കുറിച്ചിട്ടും ഇവരുടെ അപ്പോയിൻമെന്റിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പത്താമത്തെ ചാപ്റ്ററിൽ എത്തുമ്പോൾ എന്താണ്, ദർ ആർ സിറ്റുവേഷൻസ് വേർ കോംപ്രമൈസ്, അറേഞ്ച്മെന്റ്, അമാൽഗമേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. ചില സമയത്ത് നമ്മൾ ചില സിറ്റുവേഷൻസ് നമുക്ക് പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, അങ്ങനെയാണ് ടേക്ക് ഓവർ ഉണ്ടാകുന്നത്, അമാൽഗമേഷൻ ഉണ്ടാകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പത്താമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നു. 11ാമത്തെ ചാപ്റ്ററിൽ പല സിറ്റുവേഷൻസിലും ചില ആൾക്കാരെ കമ്പനി തുടങ്ങി അന്ന് തന്നെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യില്ല. ചില സമയത്ത് നമ്മളുള്ള പ്രോപ്പർട്ടികൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടികൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ നമ്മൾ എന്ത് ചെയ്തേക്കാം, നമ്മളൊരു കമ്പനി രൂപീകരിച്ചേക്കാം. കുറച്ച് കാലത്തിന് ശേഷമായിരിക്കും ബിസിനസ് തുടങ്ങുക. അങ്ങനെയുള്ള കമ്പനികളെ പറയുന്ന പേരാണ് ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു കമ്പനി ഡോർമെന്റ് ആകുന്നത്, ഡോർമെന്റ് കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ്, ഡോർമെന്റ് കമ്പനി എത്ര വർഷം വരെ നമുക്ക് ആ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, എപ്പോഴാണ് ആ കമ്പനി രജിസ്റ്റർ ഓഫ് കമ്പനീസ് റിമൂവ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എത്ര കാലത്തിനുള്ള അത് ആക്റ്റീവ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട്
ഡിഫോൾട്ട് അതെങ്ങനെയാണ് ആക്റ്റീവായിട്ട് കണക്കാക്കുക എന്നെല്ലാം നമ്മൾ 11ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ നമ്പർ 12 ഇൻസ്പെക്ഷൻ, ഇൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഡെഫിനറ്റ് ആയിട്ടും ഒരു കമ്പനി നടത്തുന്ന സമയത്ത് കമ്പനിയിൽ ധാരാളം ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ടാകാം. സംശയാസ്പദമായ ആക്ടിവിറ്റികൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെയാണ്, ആരൊക്കെ, എപ്പോഴൊക്കെയാണ് ഇൻസ്പെക്ഷൻ ഉണ്ടാവുക, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുക, ഇൻക്വയറി ഉണ്ടാവുക, അത് ആരാണ് ഓർഡർ ചെയ്യുന്നത്, ഏത് സിറ്റുവേഷൻസിലാണ് അത് ഉണ്ടാകുന്നത്, അതിൻ്റെ ആ ഇൻസ്പെക്ട് ചെയ്യുന്ന, ഇൻക്വയറി നടത്തുന്ന, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ആളുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്, റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ആ ഇൻസ്പെക്ഷൻ, ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറിയിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തുകയാണെങ്കിൽ എന്തെല്ലാം പെനാൽറ്റികൾ അല്ലെങ്കിൽ നമുക്കിത് എന്തെല്ലാം ആക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ 12ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നു. ഈ 12 ചാപ്റ്റർ ആകുമ്പോഴേക്കും നമ്മൾ 60 മാർക്കിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് 40 മാർക്സിന് നമ്മൾ കമ്പനി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മീറ്റിംഗ്സ്, എങ്ങനെയാണ് മീറ്റിങ്ങുകൾ നടത്തേണ്ടത്, അല്ലെങ്കിൽ ആ കമ്പനി നടത്തുന്ന ആൾക്കാർ ആരാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ 13ാമത്തെ ചാപ്റ്റർ വെച്ച് പഠിക്കും. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് 13ാമത്തെ ചാപ്റ്റർ, ജനറൽ മീറ്റിംഗ്. എന്താണ് ജനറൽ മീറ്റിംഗ്? നമുക്കറിയാം, ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ തരുന്നത് നമുക്ക് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. അല്ലെ, ആ ഷെയർ ഹോൾഡേഴ്സ് അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനിയുടെ ഉടമസ്ഥരെ. അവർ ഈ കമ്പനി നടത്തുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഓതറൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിങ്ങുകളുടെ പേരാണ് ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ തരം ജനറൽ മീറ്റിംഗ് ആണുള്ളത്? എപ്പോഴൊക്കെയാണ് കമ്പനി ജനറൽ മീറ്റിംഗ് ബൈ ഡിഫോൾട്ട് വിളിക്കുന്നത്? ഇനി കമ്പനി വിളിച്ചില്ലെങ്കിൽ നമുക്ക് ജനറൽ മീറ്റിംഗ് വിളിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് ഒരു ജനറൽ മീറ്റിംഗിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസൊല്യൂഷൻസ് എന്താണ്? ഓർഡിനറി റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ്, ഇങ്ങനത്തെ റെസൊല്യൂഷൻസ് ഒക്കെ എന്താണ്? ദെൻ എന്തൊക്കെയാണ് ഒരു കമ്പനി സെക്രട്ടറി ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്? സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ് 1, 2 എല്ലാം നമ്മൾ പഠിക്കണം. SS1, SS2 ആണ് പറയുന്നത്. SS2 പറയുന്നുണ്ട് എങ്ങനെയാണ് ജനറൽ മീറ്റിംഗ് വിളിക്കേണ്ടത്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് കമ്പനി സെക്രട്ടറിക്ക് ഉള്ളത്. കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ചായ കുടിച്ച് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ മാത്രമാണോ? ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ടത് ആരാണ്? അതിൽ എന്തൊക്കെ ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്യേണ്ടി വരും? എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും? മിനിറ്റ്സ് എങ്ങനെയാണ്, ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 13ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. 13ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ജനറൽ മീറ്റിംഗ് കൂടെ മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഈ കമ്പനി നടത്താൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത ആൾക്കാരാണ് ആരെന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആ മീറ്റിംഗ് നടത്തണമെങ്കിൽ ആദ്യം ആ ഡയറക്ടർ വേണ്ടേ? അപ്പോൾ ആരൊക്കെയാണ് ഡയറക്ടർ? ഒരു ഡയറക്ടർ ആകുന്ന സമയത്ത് അയാൾക്ക് എന്തൊക്കെ പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്? ഒരാൾക്ക് എത്ര കമ്പനിയിൽ ഡയറക്ടർ ആകാം, എത്ര ലിസ്റ്റഡ് കമ്പനിയിൽ ഡയറക്ടർ ആകാം, അതൊക്കെ അറിയണം. പിന്നെ ഏതൊക്കെ തരം ഡയറക്ടേഴ്സ് ആണുള്ളത്? ലൈക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, നോമിനി ഡയറക്ടർ, വിമൻ ഡയറക്ടർ, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, ഇങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അവരെങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്, ഡയറക്ടേഴ്സിന് കമ്പനി ലോൺ കൊടുക്കാമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയും. നമ്മൾ 14ാമത്തെ ചാപ്റ്ററിൽ പറയും. 15ാമത്തെ ചാപ്റ്ററിൽ എത്തുന്ന സമയത്താണ് നമ്മൾ ബോർഡ് കോമ്പോസിഷൻ ആൻഡ് പവേഴ്സ് ഓഫ് ദ ബോർഡ് പറയുന്നത്. ബോർഡിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണ്? ഒരു കമ്പനിയിൽ എത്ര പേര് വേണം, മിനിമം എത്ര പേര് വേണം, മാക്സിമം എത്ര പേരാകാം, ഏത് ലിമിറ്റിന് ശേഷമാണ് സ്പെഷ്യൽ അപ്രൂവൽ ഇല്ലാതെ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാതെ ഒരു ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരാൾക്ക് എത്ര കമ്പനിയിൽ ഡയറക്ടർ ആകാം, എത്ര കമ്പനിയിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആകാം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ ബോർഡിൻ്റെ കോമ്പോസിഷനെ കുറിച്ച് നമ്മൾ 15ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇന്റർ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഈ ബോർഡിന് തീരുമാനമെടുക്കാവുന്ന ചില തീരുമാനങ്ങളുണ്ട്. അതായത് ഒരു കമ്പനി വേറൊരു കമ്പനിക്ക് ലോൺ കൊടുക്കുക, ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക, ഗ്യാരണ്ടി കൊടുക്കുക, സെക്യൂരിറ്റി കൊടുക്കുക, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ സംസാരിക്കുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാനിത് പറയുമ്പോൾ പറയുന്നല്ലോ, അർത്താൻഷോട്ട് ഓഫ് മാനേജ്മെന്റിൽ നമ്മൾ പ്രാക്ടിക്കലിയാണ് നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഓരോ കമ്പനി ഓരോ സ്റ്റുഡൻസിനും നമ്മൾ ഓരോ കമ്പനി അലോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പനികൾ അലോട്ട് ചെയ്യുകയും ആ അലോട്ട് ചെയ്ത കമ്പനിയിലെ ഈ പറയുന്ന ആക്ടിവിറ്റികളൊക്കെ നടക്കുന്നുണ്ടോ, അതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് അവർ ഫയൽ ചെയ്യുന്നത് എന്ന് പ്രാക്ടിക്കൽ ലൈഫിൽ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയും നമ്മൾ ചെയ്യും. കാരണം അർത്താൻഷോട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു കമ്പനി സെക്രട്ടറി ഗുരുകുലമാണ്. ഇവിടെ നമ്മൾ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടി പാസ്സാകണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വെറും 25 കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. ഒരു ഹ്യൂജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. ഈ 25 കുട്ടികളുടെയും സംശയങ്ങൾ കറക്റ്റായിട്ട് തീർത്തുകൊണ്ട്, റെഗുലറായിട്ട് റൈറ്റിംഗ് പ്രാക്ടീസ് വെച്ചുകൊണ്ട്, പ്രൊഫഷണലായിട്ട് എങ്ങനെ എഴുതാമെന്ന് പഠിപ്പിച്ചുകൊണ്ട്, കേസ് സ്റ്റഡി അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ പ്രാക്ടിക്കൽ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാം എന്നതും കൂടെ നമ്മൾ അവരെ പഠിപ്പിക്കുന്നു.
നമ്മൾ 16ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ മീറ്റിംഗ്സ് എങ്ങനെയാണ് ബോർഡിൻ്റെ മീറ്റിങ്ങുകൾ നടത്തുക, എന്നാൽ നമുക്ക് എല്ലാ തീരുമാനങ്ങളും ബോർഡിന് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുമോ, ബോർഡ് അല്ലെങ്കിൽ തീരുമാനിക്കാൻ അവർക്ക് സമയമുണ്ടാകുമോ, അവർക്ക് കമ്മിറ്റികൾ ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കമ്മിറ്റികളാണ് നിർബന്ധമായിട്ടും ഉണ്ടാക്കേണ്ടത്, ഏതൊക്കെ കമ്മിറ്റികളാണ് ഉണ്ടാവുക, ആ കമ്മിറ്റികൾ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കുക, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ബോർഡിന് ബോർഡ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതാണോ, അതുപോലെ തന്നെ ഒരു കമ്പനി സെക്രട്ടറിക്ക് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ് 1 പ്രകാരം എന്തെല്ലാം ഡ്യൂട്ടികളാണ് ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് 16ാമത്തെ ചാപ്റ്ററിലാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണിത്. 17ാമത്തെ ചാപ്റ്ററിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും അല്ലേ. റിലയൻസ് പോലത്തെ കമ്പനി, ടാറ്റ പോലത്തെ കമ്പനികൾ IPL-ഉം ISL ഒക്കെ സ്പോൺസർ ചെയ്യുന്നു, എത്ര 1000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലേ. അതുപോലെ തന്നെ ചില കമ്പനികൾ, ഇപ്പോൾ വിപ്രോ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് സ്കൂളുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത ഒരു കമ്പനി, അല്ലെങ്കിൽ വിപ്രോയും ഇൻഫോസിസുമായി ചോദിക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യൻസ് ഇസ്കോണുമായി ചേർന്നുകൊണ്ട് അവരെന്ത് ചെയ്തിരിക്കുന്നു, അവർ ഉച്ചയ്ക്കുള്ള ഭക്ഷണം 2 കോടിക്കണക്കിന് കുട്ടികൾക്കാണ് ഉച്ചഭക്ഷണം അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനികൾ ഇത് എവിടെ നിന്നാണ് ഈ ഫണ്ട് കണ്ടെത്തുന്നത്? ഇതിനൊരു ഫണ്ടുണ്ട്, അതിൻ്റെ പേരാണ് CSR ഫണ്ട് എന്നുള്ളത്. അപ്പോൾ എന്താണ് CSR, ആർക്കൊക്കെയാണ് CSR സ്പെൻഡ് ചെയ്യേണ്ടത്, CSR സ്പെൻഡ് ചെയ്യുന്ന തീരുമാനിക്കുന്ന കമ്മിറ്റി എങ്ങനെ രൂപീകരിക്കുക, അതിന് എത്രമാത്രം ചിലവാകാം, ഈ CSR ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ചിലവായിട്ട് എത്ര എഴുതി തള്ളാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊജക്റ്റുകളാണ് CSR ചെയ്യാൻ പറ്റുക, ഇതൊക്കെ നമ്മൾ 17ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ 18ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആനുവൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നു. ഒരു കമ്പനി ആനുവൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, പിന്നെ സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുവൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡിനെ കുറിച്ച് നമ്മൾ 18ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നു. 19ാമത്തെ ചാപ്റ്റർ പിന്നെയും വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഒരു കമ്പനി സെക്രട്ടറി ആരാണ്? ഒരു കമ്പനി സെക്രട്ടറി ഒരു കമ്പനിയിലെ കീ മാനേജീരിയൽ പേഴ്സൺ ആണ്. അപ്പോൾ നമ്മൾ KMPയെ കുറിച്ച് പഠിക്കുന്നു, അവരുടെ റെമ്യൂണറേഷനെ കുറിച്ച് പഠിക്കുന്നു, ആരാണ്, എങ്ങനെയാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് KMP, ഒരു കമ്പനി സെക്രട്ടറി അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റെസൊല്യൂഷൻ പാസ്സാക്കണം, റിമൂവ് ചെയ്യാണെങ്കിൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട ആവശ്യമുണ്ടോ, ഒരു കമ്പനി സെക്രട്ടറി ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഓഫീസർ ഇൻ ഡിഫോൾട്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 60 പ്രകാരമുള്ള ഓഫീസർ ഇൻ ഡിഫോൾട്ട് ആരാണ്, ദെൻ ഇവരുടെ മാനേജറൽ റെമ്യൂണറേഷൻ, ഇതൊക്കെ നമ്മൾ 19ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നു. അങ്ങനെ ടോട്ടൽ 19 ചാപ്റ്ററിനെ 2ആയിട്ട് ഭാഗിച്ചിരിക്കുന്നു. 60 മാർക്കിൻ്റെ ഒരു ഭാഗമായിട്ടും 40 മാർക്കിൻ്റെ ഒരു ഭാഗമായിട്ടും. കമ്പനി ലോ വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു പേപ്പറാണ്. ധാരാളം കാര്യങ്ങൾ നമുക്ക് കമ്പനി ലോയിൽ പഠിക്കാനുണ്ട്. ഇതൊരു ഈസി പേപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അറൗണ്ട് 1000 പേജസ് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. 1000ഓളം പേജസ് നമുക്ക് കാണാൻ സാധിക്കും. 913 പേജാണ് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. 913 പേജാണുള്ളത്. ഓരോ ചാപ്റ്ററും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചാപ്റ്റർ ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ പ്യുവർ ഫുൾ മലയാളത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. നമ്മൾ കേസ് സ്റ്റഡി അപ്രോച്ചാണ്. ഇതെങ്ങനെയാണ് പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു കമ്പനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക, ഓരോ ടോപ്പിക്കും നമ്മൾ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ചായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ ഇത് 27ാമത്തെ ബാച്ചാണ് നമ്മൾ ജൂൺ 2025 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബറിലേക്ക് എക്സാം എഴുതാനുള്ള ബാച്ച് നമ്മൾ കഴിഞ്ഞ 13 വർഷമായിട്ട് പഠിപ്പിക്കുന്നു. കമ്പനി സെക്രട്ടറി കോഴ്സിന് ഗുരുകുലം രീതിയിൽ ഓഫ്ലൈനായിട്ട് എക്സിക്യൂട്ടീവിന് ക്ലാസ് കൊടുക്കുന്ന ഒരേ ഒരു സ്ഥലമാണ്. ഇതിനു മുമ്പ് നമ്മൾ റാങ്ക് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ധാരാളം കമ്പനി സെക്രട്ടറികളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കോളേജ് അല്ല, ഇതൊരു ബിസിനസ് സ്ഥാപനമല്ല, ഇതൊരു കോളേജ് അല്ല, ഇതൊരു ഒരു 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 എന്താ പറയുക, നിങ്ങളുടെ ഒപ്പം നിന്ന് ഒരു മെൻറ്ററിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ കമ്പനി ലോ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ നക്ഷൽ മനസ്സിലാക്കേണ്ടത് വളരെ ഡീപ്പായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, വളരെ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഒരിക്കലും ഇത് പുസ്തകത്തിലുള്ളത് പഠിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി മോസ്റ്റ് അപ് ടു ഡേറ്റ് ആക്കിക്കൊണ്ട് ഇതെങ്ങനെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ ബിസിനസ് കോർപ്പറേറ്റ് ലൈഫിൽ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കലാണ്. ഇവിടെ നമുക്ക് ഇന്റർപ്രിട്ടേഷനും ജനറൽ ലോസും ഒക്കെ നമ്മളെ, ബിസിനസ് ലോസും ഒക്കെ നമ്മളെ സഹായിച്ചേക്കും. അപ്പോൾ ഇതാണ് കമ്പനി ലോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കമ്പനി ലോ ഒരു ഈസി പേപ്പർ അല്ല. ലുക്സ് ലൈക്ക് ഈസി ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇതൊരു ഒരു കമ്പാരിറ്റീവ്ലി ടഫ് പേപ്പറാണ്. വളരെ ടൈറ്റ് വാല്യുവേഷൻ ഉള്ള ഒരു പേപ്പറാണ്. ഇത് നിങ്ങളുടെ കോർ പേപ്പറാണ്. ഇത് പഠിക്കാതെ നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി ആകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതറിയാതെ നിങ്ങൾ കമ്പനി സെക്രട്ടറി ആയിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലാക്കുക. ബിക്കോസ് ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്, ഐ വാണ്ട് ടു സീ യു ആസ് എ കമ്പനി സെക്രട്ടറി. എനിക്ക് നിങ്ങളൊരു കമ്പനി സെക്രട്ടറി ആയിട്ട് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങൾ എവിടെ പഠിക്കുന്ന ആളാണെങ്കിലും.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ്റെ ഫോൺ നമ്പറുണ്ട്. അടുത്തൊരു വീഡിയോ വരേക്കും ഇത് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.